കടകംപള്ളിയിലേക്ക് എത്താതെ നിൽക്കുക എന്നൊരു സ്ട്രാറ്റജി ആ കേസിൽ പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ സംശയമില്ല ഇപ്പോൾ. അപ്പോൾ അതിന് പത്മകുമാർ തന്നെ അത് പൊളിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മൊഴിയിൽ സൂചന കൊടുത്തതും അത് ആരംഭിക്കുന്നത് തന്നെ അവിടെ നിന്നാണ് എന്ന തരത്തിൽ ഒരു മൊഴി ഉണ്ടാകുകയും ചെയ്തത്. അത് വേണ്ടത്ര ചൂഷണം ചെയ്യാൻ അല്ലെങ്കിൽ അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം ഒരുപക്ഷെ മറ്റേ കേസ് ഇങ്ങനെ കത്തി നിൽക്കുന്നതും കൂടിയായിരിക്കും. ഇവരെല്ലാ ബൈറ്റുകളിലും ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അറിയാം, എല്ലാ ബൈറ്റുകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പറയുന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് പിന്നാലെ ഇത് ചേർക്കുന്നുണ്ട്. അത് തന്നെ യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഡിഫെൻസിന് ഇപ്പോൾ ഈ ജാമ്യ ഹർജിയിൽ തന്നെ അത് മറ്റത് മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. യഥാർത്ഥത്തിൽ ഡിഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ല അവസരം, നേരത്തെ പറഞ്ഞ പോലെ ലോട്ടറി എന്ന് പറയുന്നത് പോലെ, ഇപ്പം മുമ്പ് ശ്രീധരൻപിള്ളയാണ് സുവർണാവസരം എന്ന് പറഞ്ഞാൽ ആ തരത്തിലുള്ളൊരു സുവർണാവസരം അല്ലെങ്കിലും UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം മുതലെടുക്കാൻ കഴിയുന്നൊരു വിഷയമാണ് സ്വർണ്ണക്കൊള്ള എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനെയൊക്കെയാണത് ടച്ച് ചെയ്യുന്നത് എന്ന് ആലോചിക്കണം. ഈ പറഞ്ഞ ശബരിമല എന്നതിനുള്ള വൈകാരികമായ അടുപ്പത്തെ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വർണം എന്ന് പറയുന്നത്, അപ്പോൾ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നവന്മാർ ഉണ്ടാക്കുന്ന ആ സമ്പത്തിനെ കുറിച്ചുള്ള ഭയങ്കരമായ കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അതുപോലെ ഏറ്റവും അധികം പ്രത്യേകിച്ച് LDF-നെ പോലെ പൊതുവിൽ ഈശ്വര വിശ്വാസികളല്ലാത്ത LDF അമ്പലത്തിൻ്റെ മുതൽ കട്ടെടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള വേറൊരു സംഗതിയുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം സാധ്യതകൾ, അങ്ങനെയെല്ലാമുള്ള വൈകാരികമായ ടച്ചിങ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ടച്ച് പോയിൻറ്റ്സ് എന്നുള്ള അങ്ങനെ ഒരുപാട് സാധനങ്ങളുള്ള ഒരു വിഷയത്തിൽ ഇവർക്ക് ഉണർന്നെണീറ്റ് അല്ലെങ്കിൽ അത് പരമാവധി മുതലെടുക്കാനുള്ള ഒരു പ്രകടനത്തിലേക്ക് പോകാൻ UDF-ന് സാധിച്ചേയില്ല. ഇപ്പോൾ അതിൻ്റെ നേട്ടമുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഠിനമായ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ LDF-നും കഴിയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഗോവിന്ദമാഷിൻ്റെ പ്രസ് മീറ്റ്, 1-2 പ്രസ് മീറ്റ് ഈ പത്മകുമാറിൻ്റെ മൊഴി പുറത്തു വന്നതിന് ശേഷമുള്ള സന്ദർഭങ്ങളിലുണ്ടായി. അതിൽ എന്താണ്, ഈ കടകംപള്ളിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കുന്ന സന്ദർഭം വരുമ്പോഴെന്താണ് അദ്ദേഹം വളരെ ഇവേസീവായിട്ട് അത് പെട്ടെന്ന് അത് അങ്ങനെയൊക്കെ ആയിരിക്കും, അത് വെറുതെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് പോവുകയാണ്. ഇതിന് ഒരു അവസരമായി മാറുകയാണത്. ആർക്കും അത് പക്ഷേ എവിടെയെങ്കിലും അദ്ദേഹം അതിന് മറുപടി പറഞ്ഞില്ല എന്നോ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്നതിനെ സംബന്ധിച്ച് ഒരു ചോദ്യങ്ങളായിട്ടോ ഒന്നും ഉയരാനുള്ളൊരു സ്പേസ് തൊട്ട് മീഡിയയിൽ കിട്ടുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ എളുപ്പത്തിൽ ഡീൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായി മാറിക്കഴിഞ്ഞു. സത്യത്തിൽ ആലോചിച്ച് നോക്കൂ, കടകംപള്ളിയിലേക്ക് ഇപ്പോൾ ഓൾറെഡി ജില്ലാ കമ്മിറ്റിയിലുള്ള പത്മകുമാറാണ് ജയിലിൽ കിടക്കുന്നത് എന്നത് നമ്മൾ കാണണം. കൂടാതെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയും കൂടിയായ ഒരാളിലേക്ക് കൂടി ഈ കേസ് എത്തിക്കഴിഞ്ഞാൽ LDF ഒരു വിഷയത്തിൽ എടുക്കുന്ന സമീപനത്തെ പാടെ തന്നെ, അല്ലെങ്കിൽ ഇതുവരെയുള്ള അവരുടെ ഒരു ഫേസിനെ തന്നെ ഭയങ്കരമായിട്ട് ബാധിക്കാവുന്ന ഒരു സാധനമായി അത് മാറേണ്ടതാണ്. അങ്ങനെ മാറുന്നേ ഇല്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കേസിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ചർച്ചയാവുന്നു എന്നുള്ളതല്ലാതെ ഇപ്പോൾ അങ്ങനെ ഒരു സംഗതിയില്ല. അത് ന്യൂട്രലൈസ് ചെയ്തു പോയ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിൽ നിന്നൊരു മാറ്റമുണ്ടാക്കാൻ UDF-ന് ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അമ്പലക്കള്ളന്മാർ കടക്കപ്പുറത്ത് എന്നുള്ള ഈ പോസ്റ്റർ ക്യാമ്പയിൻ ഇപ്പോൾ വന്നത്. പക്ഷേ അത് ഈ ഘട്ടത്തിൽ ഇനിയിപ്പോൾ എത്ര കണ്ട് ഫലപ്രദമാവും എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇതാലോചിച്ച് നോക്കണം. ഇപ്പോൾ N വാസുവിന് ജാമ്യം നിഷേധിക്കുന്നു. നമ്മൾ കണ്ടത് N വാസു അറസ്റ്റിലാകുമോ, N വാസുവിനെ ചോദ്യം ചെയ്യുമോ എന്നതൊക്കെ ഒരു വലിയ ചോദ്യമായി നിലനിന്ന സമയമുണ്ട് അല്ലേ. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തന്നെ N വാസുവിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം നിലനിന്ന സമയമുണ്ട്. അത് കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നപ്പോൾ ജാമ്യം പോലും നിഷേധിച്ച് റിമാൻഡ് നീട്ടുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ സംഗതി എത്രത്തോളം ഉണ്ട് എന്ന് കാണണം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്, ഒരു കാര്യവും വിട്ടുപോകാൻ സാധ്യതയില്ല, ഒരാളെയും അങ്ങനെ വെറുതെ വിടില്ല എന്ന് ഹൈക്കോടതി വളരെ കർശനമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു തരത്തിലും ഇതിൻ്റെ വ്യാപ്തി അത്രയധികം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സ്വർണ്ണ കള്ളക്കടത്ത് അതിനോട് പോലും ബന്ധിപ്പിക്കാവുന്ന സംഗതികളുണ്ട് എന്ന സൂചന നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വിടാനേ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ വിഷയത്തിന് ഒരു തരത്തിലുള്ള പ്രാധാന്യം, ഒരു തരത്തിലുള്ള ഒരു മാന്തൽ ശേഷി ഇല്ലാതെ പോകുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ, LDF-ന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പോകുന്നു. ഇതിൽ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളിൽ LDF-നെതിരെ അറ്റാക്ക് വരുന്ന സമയത്ത് ഈ സ്വതന്ത്ര ഇടത് ബുദ്ധിജീവികളൊക്കെ അതിനെ പ്രതിരോധിക്കാൻ വരും.
പക്ഷേ ഈ വിഷയത്തിൽ അവർക്കൊന്നും കഴിയില്ല. അവർ തന്നെ തള്ളി പറയുന്നുണ്ട്, പത്മകുമാറിനെ തള്ളി പറയുന്നുണ്ട്, വാസുവിനെ തള്ളി പറയുന്നുണ്ട്. വേണ്ടി വന്നാൽ ഇനി കടകംപള്ളിയോ അവർക്ക് തള്ളി പറയേണ്ടി വരും. കാരണം വെച്ചാൽ അവരെല്ലാവരും തന്നെ അവർക്ക് ഇതിനെ കൂട്ടുനിൽക്കാൻ കഴിയുമോ, ഇതാക്കുകയും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ നിലയ്ക്ക് സമ്പൂർണ്ണമായും LDF പ്രതിരോധത്തിലാവുന്ന, അവർക്ക് ഒന്നും തന്നെ പറഞ്ഞു നിൽക്കാനില്ലാത്ത ഒരു വിഷയത്തിൽ അത് എന്താണ് പറയുക, അത് വേണ്ട വിധത്തിൽ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് UDFൻ്റെ വലിയ പരാജയമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ ഇത് കാണാൻ കഴിയും. പക്ഷേ അത് മതിയോ? ഈ പറഞ്ഞ പോലെ പിന്നെ LDFന് ചെയ്യുന്ന പോലെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ബഹളവും ഒരു ഒച്ചപ്പാടും അവർക്ക് ഈ ഘട്ടത്തിൽ ഉണ്ടാക്കാൻ കഴിയേണ്ടതല്ലേ? അത് കാണുന്നില്ല.